ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് വിശ്വസിച്ചു, പക്ഷേ എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല പാസ്റ്ററേ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇങ്ങനെയുള്ളവരുടെ സങ്കടങ്ങളെ നോക്കി കർത്താവ് ഇന്ന് രാവിലെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം വിലപ്പെട്ട ചില സത്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ നിശബ്ദത എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത മനോഭാവത്തിൻ്റെ തെളിവല്ല. അവൻ്റെ നിശബ്ദത അവൻ്റെ അസാന്നിധ്യമല്ല, പകരം ദൈവത്തിൻ്റെ കാലതാമസം കൃത്യമായൊരു പദ്ധതിയുടെ പ്രവർത്തന സമയമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പദ്ധതികളുടെ ഉള്ളടരുകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾ മടുത്തുപോയ വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് ജീവൻ വെക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദൈവാലോചനയിലേക്ക് യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സന്തോഷത്തോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നെന്ന് തോന്നുമ്പോൾ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് അവിടുന്ന് അറിഞ്ഞിരിക്കുന്നവനാണ്. യേശു ഈ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങളുടെ പിതാവ് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ അറിയുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നവയെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ അറിയുന്നു. ആമേൻ. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ നാം പ്രാർത്ഥനയായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് മുന്നവേ, ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നവേ നമ്മളുടെ ആവശ്യങ്ങൾ, അഭയാചനകൾ ദൈവസന്നിധിയിൽ കൃത്യമായി തന്നെ ഉണ്ട്. വിശുദ്ധ സങ്കീർത്തനം 34:17 നീതിമാന്മാരുടെ നിലവിളി യഹോവ കേൾക്കുന്നു എന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ ഇഷ്ടപ്രകാരം അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്ന് യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനവും നമ്മളോട് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല, പകരം ദൈവം കേട്ടു എന്നുള്ള കാര്യം, ദൈവം എനിക്കൊരു പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമ്മളിപ്പോഴും വിശ്വസിക്കുമോ എന്നുള്ളതാണ്. ഒരുപാട് പ്രാർത്ഥന കഴിയുമ്പോഴും പലരോടും നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ വിശ്വാസം ദൈവം പ്രാർത്ഥന കേട്ടോ എന്നുള്ള വിശ്വാസമല്ല, മറുപടി വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. ദൈവമക്കളെ, നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടോ എന്നതല്ല, അതിനപ്പുറം ദൈവം അത് കേട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ഇഷ്ടം നാം അറിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസം ആരംഭിക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്ത ഒരു കാര്യം നാം വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതില്ല. കർത്താവേ, അതെനിക്ക് തരാമോ? ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം തരണേ എന്ന് നമ്മൾ പിന്നെയും ചോദിക്കേണ്ടതില്ല. പകരം ഒരിക്കൽ തന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരിക്കൽ ഒരാവശ്യത്തിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രാർത്ഥനകൾ അത് സ്വീകരിച്ച് നന്ദി പറയാൻ വേണ്ടിയായിരിക്കണം. ഇത് ആത്മീക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മിസ്റ്ററിയാണ്. പലരും പിന്നെയും തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒറ്റ തവണ തരണേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ മുതലുള്ള പ്രാർത്ഥനകൾ തന്നതിനായിട്ടുള്ള നന്ദികൾ മാത്രം കൊടുത്തു തുടങ്ങുക. അത് മാനസികമായി, ആത്മീകമായി സ്വീകരിച്ചതുപോലെ ഫീൽ ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആമേൻ. യേശു പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വചനം ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ, കിട്ടുമോ എന്നുള്ളതല്ല, കിട്ടി എന്നത് ഉറപ്പിച്ച് നന്ദി പറയാൻ തയ്യാറാകുക. ഒരിക്കൽ ചോദിക്കുക, തന്നു എന്ന് വിശ്വസിക്കുക. ഞാൻ ജയിക്കുമോ? കർത്താവേ, ഞാൻ പരീക്ഷയ്ക്കായി പോകുന്നു, അങ്ങ് എനിക്ക് വിജയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധൈര്യത്തോടെ പോയി പരീക്ഷ എഴുതുക. റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാൻ ജയിപ്പിക്കണം? നോ. കർത്താവേ, അങ്ങാണ് എന്നെ അനുഗ്രഹിക്കുന്നത്, എൻ്റെ വിജയം അങ്ങയുടെ സന്നിധിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ അത് വിശ്വസിക്കുന്നു. എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
എൻ്റെ വിജയം ഉറപ്പാക്കപ്പെട്ടതിനായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ പ്രാർത്ഥിച്ചു, പിന്നീട് ലഭിച്ചു എന്ന് വിശ്വസിച്ച് നന്ദി പറയുക. ഒരിക്കൽ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറയുക. ഒരിക്കൽ ഒരു വീടിനോട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചതുപോലെ ദൈവം ഒന്ന് നൽകിയെന്ന് വിശ്വസിച്ച് നന്ദി പറയുക. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വിശുദ്ധനായ ദാനിയേലിൻ്റെ ഉപവാസത്തെക്കുറിച്ചുള്ളതായ വിവരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ 1-ാം ദിവസം തന്നെ മറുപടി വന്നിരുന്നു. ദൂതൻ വന്ന് ദാനിയേലിനോട് പറയുന്നുണ്ട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ആദ്യ ദിവസം തന്നെ നിൻ്റെ വാക്കുകൾ സ്വർഗത്തിൽ കേട്ടിരുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണിത്. അപ്പോൾ ദാനിയേൽ 21 ദിവസം പിന്നെയും ഉപവസിച്ചിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ മറുപടി ആയെങ്കിലും ദാനിയേലിന് 21 ഡേയ്സ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടിയിരുന്നു. പക്ഷേ മറുപടിയുമായി വന്ന ദൈവദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യ ദിവസം തന്നെ ഉത്തരവുമായി ഞാൻ പുറപ്പെട്ടിരുന്നു. ഇവിടെ മഹത്തായ ഒരു വലിയ സത്യമുണ്ട്. ചിലപ്പോൾ ഉത്തരം വൈകുന്നില്ല, പ്രകടനം വൈകും. മറുപടി വൈകുന്നില്ല, അന്ന് തന്നെ അയക്കപ്പെടുന്നുണ്ട്. പക്ഷെ അയക്കപ്പെടുന്ന മറുപടി ആത്മലോകത്തു നിന്നും നമ്മളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുവാൻ അല്പസമയമെടുക്കും. അതായത് ആത്മമണ്ഡലത്തിൽ നിന്നും നമ്മളായിരിക്കുന്ന ഭൗമമണ്ഡലത്തിൽ മറുപടി വെളിപ്പെടുവാൻ അല്പം ടൈം എടുക്കുന്നു. അവിടെ പല വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ആ പ്രശ്നങ്ങളെയൊക്കെയും ഓവർകം ചെയ്തിട്ട് വേണം ഈ മറുപടിക്ക് വെളിപ്പെടുവാൻ. അപ്പോൾ ഒരു ദൈവവൈതൽ എന്ത് ചെയ്യണം? അയക്കപ്പെട്ട മറുപടി എവിടെയോ കെട്ടിക്കിടക്കാതിരിക്കേണ്ടതിന്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വ്യക്തമായി വന്നു ചേരേണ്ടതിന് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പൂർണ്ണ സ്ഥിരത കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല, ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ തുടരുക. അയക്കപ്പെട്ടതുമായി ദൂതൻ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് അത് വരും. അത് വ്യക്തമായി വെളിപ്പെടുവോളം വിട്ടുകൊടുക്കാതെ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. നമ്മൾ ഭൂമിയിലെ സമയത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളുടെ ഭൂമിയുടെ സമയപരിധിക്ക് അപ്പുറത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സമയപരിധിക്ക് അപ്പുറത്തു നിന്നും നമ്മുടെ ടൈം സോണിനകത്തേക്ക് മറുപടി കയറാൻ, ഒരു ദൈവദൂതൻ കയറാൻ, നമ്മുടെ ഈ കുഞ്ഞു പ്ലാനറ്റിനകത്തേക്ക് വലിയ ലോകത്തെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഉണ്ടാകുന്നതായ കാലതാമസത്തിൻ്റെ ഇടയിലെ എല്ലാ തടസ്സങ്ങളെയും വെട്ടിക്കളയുന്ന ഒരു ആത്മീക പോരാട്ടമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന ദൈവദാസൻ ഒരുപാട് കാലം കാത്തിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയിപ്പോയില്ല എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. ബൈബിളിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു, വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ആമേൻ. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്നു, വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ദൈവം അബ്രഹാമിനോട് ഒരു പുത്രനെ വാഗ്ദാനം ചെയ്തു. നമുക്കറിയാം, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും, ഒരു തലമുറയെ തരുമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. എന്തുകൊണ്ടാണ് വർഷങ്ങൾ കടന്നുപോയത്? ദൈവം ഒരു കുഞ്ഞിനെ നൽകാൻ ആഗ്രഹിച്ചെങ്കിൽ ദൈവത്തിന് ആ കുഞ്ഞിനെ നൽകിയാൽ പോരെ? എന്തിനാണ് ആ വയോധികനെ അത്രയും കാലം ദൈവം വെറുതെ കൊതിപ്പിച്ചിങ്ങനെ ഗ്യാലറിയിൽ ഇരുത്തിയത്? നമുക്കൊരു ചിന്ത വരാറില്ലേ, എന്തിനാണ് ഇത്രയും വലിയ സസ്പെൻസ് കൊടുക്കുന്നത്? കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കൊടുക്കരുതോ? പിന്നെ എന്തിനാ കർത്താവേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കുന്നേ? പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു തലമുറയെ നൽകും എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ മാത്രമല്ല ദൈവം അവിടെ ഉദ്ദേശിച്ചത്. ദൈവം ഒരു കുഞ്ഞിനെ അല്ല, അതിനതീതമായിട്ട് ദൈവം ഒരു ജനതയെ തന്നെയാണ് അബ്രഹാമിലൂടെ ഒരുക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ചോദിക്കുന്നതൊരു വാതിലായിരിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ഒരു രാജ്യമാകാം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നത് ഒരു പൂവായിരിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ പോകുന്നത് ഒരു വലിയ പൂക്കാലമായിരിക്കാം. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ഒരു പിടിയായിരിക്കാം, അവൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒരു ഭൂമിയുടെ ഒരു വലിയ പരപ്പായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതതിൻ്റെ ഡയമെൻഷൻ ദൈവത്തിൻ്റെ അളവിൽ വിസ്തൃതമായി മാറുകയാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. നാം ചോദിക്കുന്നത് ചെറുതായിരിക്കാം, നാം നനയ്ക്കുന്നത് ചെറുതായിരിക്കാം, പക്ഷേ നമ്മുടെ ഈ ചോദ്യവും നനവുകളും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് ഗോഡ്സ് ലെവലിലേക്ക് അത് ഡെവലപ്പ് ആവുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ കയ്യിൽ വിത്ത് വീണാൽ, ദൈവം തൻ്റെ കൈ കൊണ്ട് ആ വിത്ത് വിതച്ചാൽ, നമ്മൾ കടുകുമണി വിതച്ചൊരു കുഞ്ഞു ചെടിയോളം മാത്രമേ അത് വളർച്ച പ്രാപിക്കുകയുള്ളൂ എങ്കിൽ ദൈവത്തിൻ്റെ കൈ കൊണ്ട് അത് വിതച്ചാൽ അത് വലിയൊരു മരമായി തന്നെ മാറും. ആമേൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാലതാമസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് ബന്ധനങ്ങളല്ല എന്ന് തിരിച്ചറിയുക. ആമേൻ. ദൈവം നമ്മളെ വെറുതെ മെനക്കെടുത്തി ഇരുത്തിയിരിക്കുകയല്ല എന്ന് തിരിച്ചറിയുക. ജോസഫ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ ജീവിതത്തിലെ ജയിലുകൾ അവൻ്റെ പരാജയമായിരുന്നില്ല.
ഉൽപ്പത്തി പുസ്തകം 39:21 നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ജയിലിൽ ഇരുന്നിട്ടും ആ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ദൈവം ജയിലിൽ പോയിട്ടുണ്ടോ? എൻ്റെ ദൈവം ജയിലിൽ പോയിട്ടുണ്ട്. ആരുടെ കൂടെ? ജോസഫിൻ്റെ കൂടെ. എൻ്റെ ദൈവം ജയിലിൽ പോയിട്ടുണ്ട് അപ്പോസ്തലന്മാരുടെ കൂടെ. ഒരു ദൈവ പൈതൽ എവിടെയായിരിക്കുന്നോ അവിടെ ദൈവവും അവനോട് കൂടെ ആയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം എന്താ നമ്മളോട് പഠിപ്പിക്കുന്നത്? എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ സാഹചര്യം നല്ലതാകേണ്ടതില്ല. ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുവാനും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് ദൈവത്തെ നമ്മളെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരാനും നല്ല നല്ല സിറ്റുവേഷൻസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആമേൻ. നിങ്ങളിപ്പോൾ കാണുന്നതൊരു ജയിലായിരിക്കാം, നിങ്ങളിപ്പോൾ കാണുന്നതൊരു മരുഭൂമിയായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളിൽ കാണുന്നത് ഒരു സിംഹാസനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു മറുപടി വൈകുന്നത് നിഷേധമല്ല. അതായത് ഞാൻ നിൻ്റെ കാര്യം ഉപേക്ഷിച്ചു എന്നല്ല ദൈവം നമ്മളോട് പറയുന്നത്. പകരം മറ്റൊന്ന് അവിടെ നടക്കുകയാണ്. ഏറ്റവും വിലപ്പെട്ടതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ ആ ഭാഗത്തുണ്ടാകുന്നതിനാലാണ് പലപ്പോഴും താൽക്കാലികമായി എടിപിടിയെന്നെടുത്ത് കയ്യിലോട്ട് തരാത്തത്. നമ്മൾ നിലവാരമുള്ളത് വാങ്ങാൻ ചെല്ലുമ്പോൾ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ, ഒരു മുന്തിയ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ ചെന്നാൽ അവിടുത്തെ ആ ജാസ് മ്യൂസിക്കും കേട്ട് നമ്മൾ ഓർഡർ ചെയ്ത ശേഷം ആ ഫുഡ് വരുവാനുള്ള മിനിമം 25 മിനിറ്റ്സ് നമ്മളവിടെ ക്ഷമയോടുകൂടെ കാത്തിരിക്കണം. ആ ടൈമിൽ അവർ നമ്മളോട് ചോദിക്കും, സാർ സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലും വേണോ? ഒരു സൂപ്പ് എടുക്കട്ടെ? ആ ടൈം എന്തിനു വേണ്ടിയുള്ളതാണ്? വെയിറ്റ് ചെയ്യാനുള്ളതാണ്. നിലവാരമുള്ളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ, വിലയുള്ളത് ഒരുക്കപ്പെട്ട് വരുമ്പോൾ ഒരു സമയം അത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തട്ടുകടയിലെ വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ദോശയ്ക്ക് നമ്മൾ ചെന്നാലോ ഒരു കാലതാമസവും ഇല്ല, അന്നേരം ചുട്ടെടുക്കുന്നത് നമ്മുടെ കരങ്ങളിൽ കിട്ടും. പക്ഷേ അതും ഇതും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ തട്ടുകട സെറ്റപ്പില്ല. അവൻ എന്ത് ചെയ്താലും തൻ്റെ സ്വർഗത്തിലെ മഹാത്മ്യതയ്ക്കൊത്തവണ്ണം മാത്രമേ ചെയ്യൂ. മനുഷ്യൻ്റെ നിലവാരത്തിൽ അവനൊരിക്കലും ഹീനമായതിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ഹീനമായതിനെ അവൻ തിരഞ്ഞെടുക്കും, പക്ഷെ നിങ്ങൾക്ക് ഹീനമായത് അവൻ തരില്ല. ആമേൻ. ബലഹീനമായത് അവൻ തിരഞ്ഞെടുക്കും, പക്ഷെ നിങ്ങൾക്കൊരിക്കലും ദുർബലമായത് അവൻ തരത്തില്ല. അവൻ തരുന്നതെല്ലാം ശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമാണ്. ആമേൻ. നിങ്ങളൊരു വാഹനം എടുക്കാൻ വേണ്ടി പോയി, നിങ്ങളൊരു സൈക്കിൾ എടുക്കാൻ ചെല്ലു, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വരാം. നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണോ? ഓടിച്ചെല്ലു, ഇഷ്ടം പോലെ മാർക്കറ്റുണ്ട്. ചെല്ലുക, വില പറയുക, കച്ചവടക്കാർ ഇഷ്ടം പോലെ അത് വിൽക്കാൻ വേണ്ടി ഉണ്ട്. ചൂടപ്പം പോലെ വിൽക്കും, മേടിച്ചുകൊണ്ട് പോരാം. പക്ഷേ കമ്പനികളുടെ മൂല്യം കൂടുന്നതിൻ്റെ അനുസരിച്ച്, വാഹനങ്ങളുടെ റേഞ്ച് കൂടുന്നതിനനുസരിച്ച്, പ്രീമിയം കാറുകളുടെ സെഗ്മെൻറ്റിലേക്ക് പോകും തോറും കാലതാമസം 8 മാസം, 1 വർഷം, 1.5 വർഷം വരെയൊക്കെ ചിലത് നീണ്ടുപോകും. എന്താ അതിൻ്റെ കാരണം? മികച്ചത് രംഗത്ത് വരാൻ, മൂല്യമേറിയത് കരങ്ങളിലെത്താൻ അത് നമ്മളിൽ നിന്നും ഒരു സമയം ആവശ്യപ്പെടുന്നു. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോന്നാൽ അത് കൃത്യമായിട്ടും ഡെലിവറി ടൈമിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്നും, ആയത് ഡീലറിൽ നിന്നാണോ നിങ്ങളത് വാങ്ങുന്നത്, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ കോൾ വരും, സാറേ അടുത്ത ആഴ്ചയിലേക്ക് നമ്മളുടെ വാഹനം വരുന്നുണ്ട്, രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാം, ഫാൻസി നമ്പർ നോക്കുന്നുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? നിങ്ങളൊരു പ്രാർത്ഥന അവിടേക്ക് ഇട്ടു, അത് പ്രോസസ്സിങ്ങിലാണ്. ചിലരുടെ ലൈഫിൽ അതിന് മറുപടി വരാൻ പോവുകയാണ്. കാത്തിരിപ്പിൻ്റെ കാലത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ആ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പണിയുന്നു. ആമേൻ. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, ക്ഷമയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും. സമ്പൂർണതയും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയും നിങ്ങളിൽ ഉണ്ടാകും. യാക്കോബിൻ്റെ ലേഖനത്തിലാണ് ഈ വചനം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഒന്നിലും കുറവില്ലാതെ നമ്മൾ തികഞ്ഞവരും സമ്പൂർണരുമാകുവാൻ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മളിൽ നിന്നും ഉണ്ടായി വരണമെന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു. ദൈവം ആദ്യം അനുഗ്രഹിക്കാനായി കൈ നീട്ടുകയല്ല ചെയ്യുന്നത്. അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ മനസ്സ്, ഞാൻ ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വെക്കുകയില്ല.
അതായത് ദൈവത്തിൻ്റെ കയ്യിലുള്ളത് ശ്രേഷ്ഠമായതാണ്. അതൊരിക്കലും പഴയ സിറ്റുവേഷനുകളിലേക്ക് ദൈവം ഇറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭൂതകാലം സൃഷ്ടിക്കാനല്ല ദൈവം ഇനി ആഗ്രഹിക്കുന്നത്. അനശ്വരമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പുതിയ ഭാവിയാണ് ദൈവം നിങ്ങളിൽ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആദ്യം അനുഗ്രഹം വർഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. ലഭിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രയാസമേറിയ കാര്യമാണ്. ദൈവം നിങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ നിങ്ങളുടെ സ്വഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നതെന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കുക. ചില അനുഗ്രഹങ്ങൾ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ, ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ദൈവം നൽകുന്നത്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ വ്യക്തി ഒരുങ്ങപ്പെടുവാനുള്ളതായ കാലതാമസത്തെ ആവശ്യപ്പെടുന്നുണ്ട്. ചില ഉത്തരങ്ങൾ നിങ്ങളുടെ ഒരുക്കത്തെയും നിങ്ങളുടെ ശ്രദ്ധയെയും പരിശ്രമത്തെയും നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാത്തിരിക്കുന്നത് കേവലം ഒരു അത്ഭുതത്തിന് വേണ്ടിയല്ല. പല വിശ്വാസികളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു ദിവസം ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പക്ഷേ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. അവൻ നമ്മളെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുക എന്നാണ്. എഫേസ്യ ലേഖനം 1:3-4 നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അനുഗ്രഹിക്കും എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വിശ്വാസം നമ്മളെ ഭാവിയിലേക്ക് നോക്കിയല്ല ജീവിക്കുന്നത്, അത് ക്രൂശിൽ പൂർത്തിയായ യേശുവിലെ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ ഓൾറെഡി അത് നൽകി തന്നിരിക്കുന്നു. അതായത് എന്തോ വിജയം പ്രാപിക്കുവാൻ വേണ്ടിയല്ല, ലഭിച്ച വിജയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഓൾറെഡി ഞാൻ അനുഗ്രഹീതനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ശപിക്കപ്പെട്ടവനല്ല. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, കൂടുതൽ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, കൂടുതൽ വിജയത്തിൽ നിന്ന് അടുത്ത വിജയ തലങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ മുന്നോട്ടേക്ക് പോകേണ്ടത്. യേശുവിൻ്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ ക്രൂശിച്ച ദിവസം ശിഷ്യന്മാരെല്ലാവരും കരഞ്ഞു, ലോകമെല്ലാം ചിരിച്ചു, യേശുവിൻ്റെ ശത്രുക്കൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു, എല്ലാം തീർന്നു എന്ന് അവർ കരുതി. പക്ഷേ ദൈവം ഒരു ഉയർപ്പിൻ്റെ ദിവസം മുന്നിൽ കണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കാം, ഒരു ക്രൂശീകരണ സാഹചര്യം പോലെ ആയിരിക്കാം പലതും. എന്നാൽ ദൈവത്തിൻ്റെ കലണ്ടറിൽ ഇപ്പോഴും ഉയർപ്പിൻ്റെ ദിവസങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ വാക്ക് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ദൈവത്തിൻ്റെ കലണ്ടറിൽ ഇപ്പോഴും ഉയർപ്പിൻ്റെ ദിവസങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നു എന്ന് തോന്നിയാൽ, നടക്കുന്നില്ല എന്ന് തോന്നിയാൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം. നമ്പർ 1, ദൈവവചനം ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. റോമാലേഖനം 10-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം ഉണ്ടാകാതെ വിശ്വാസത്തിൽ നിങ്ങൾ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്നുള്ള ദൈവവചനപ്രകാരം വിശ്വാസത്തിൽ തന്നെ ആയിരിക്കണമെങ്കിൽ അനുദിനം ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്, അത് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. റോമാലേഖനം 10:17 മറക്കരുത്. എവരിഡേ ബൈബിൾ റീഡ് ചെയ്യുക. നമ്പർ 2, നന്ദി പറയുക. ഫിലിപ്പിയ ലേഖനം 4-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. അപ്പോൾ എല്ലാറ്റിനും നന്ദി പറയുക, സ്തോത്രത്തോടുകൂടി ആവശ്യങ്ങൾ അങ്ങോട്ടേക്ക് അറിയിക്കുക. അടുത്തത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടക്കുക എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് യേശു പറയുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പ്രാർത്ഥിച്ചു, ഉത്തരങ്ങൾ വൈകുന്നു എന്ന് തോന്നുമ്പോൾ ഡിസ്ട്രാക്ഷൻസായിട്ട് കാണുന്ന ഏത് മലയെയും കണ്ടിട്ട് അയ്യോ മല വന്നേ, അയ്യോ മല വന്നേ എന്ന് പറഞ്ഞിരിക്കുകയല്ല. ആ മല നീങ്ങിപ്പോകട്ടെ എന്ന് കമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ക്രിസ്ത്യൻ ലൈഫിലെ ഏറ്റവും വലിയ ശക്തമേറിയ ഒരു ലെസണാണ്. നമ്മൾ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അത് നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ ദാനിയേലിന്റെ ലൈഫിലെ പാർസ് രാജ്യത്തിൻ്റെ പ്രഭുവിനെ പോലെ ഇന്ന് ആത്മലോകത്ത് നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്ന വലിയ മലകൾ അത് നിങ്ങൾ നീക്കുവാൻ പ്രാപ്തരായിരിക്കുന്നു യേശു ക്രിസ്തുവിൽ. ആമേൻ. അപ്പോൾ അതിനെ കടലിലേക്ക് വലിച്ചെറിയുന്ന ദൈവത്തിൻ്റെ ബുൾഡോസറുകളായിരിക്കുക. ആമേൻ. അതിനെ പായിക്കുന്ന ദൈവത്തിൻ്റെ ഉരുക്കുമനുഷ്യന്മാരായി നമ്മൾ മാറുക. 4-ാമത്തെ കാര്യം പരാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ കാത്തിരിക്കുമ്പോൾ മുഷിയുമ്പോൾ നമ്മളെയൊക്കെ അയ്യോ എത്ര നാളായി എന്ന നിലയിൽ പരാതിപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം
10-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങളിൽ ഇസ്രയേൽ ജനതയുടെ പിറുപിറുപ്പിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹായിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവരിൽ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ആമേൻ. അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു. ആമേൻ. സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സംഹാരത്താൽ നശിച്ചു പോകാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ സർപ്പദംശനങ്ങൾ പോലെയുള്ളതായ ദോഷങ്ങളും വരാതിരിക്കാതിരിക്കേണ്ടതിന് സംഹാരങ്ങളും സർപ്പദംശനങ്ങളും ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ കാരണം പാമ്പുകളല്ലായിരുന്നു അവിടുത്തെ എതിരാളി, സംഹാരമല്ലായിരുന്നു അവിടുത്തെ എതിരാളി. പകരം അവരുടെ നാവിലെ വാക്കായിരുന്നു അവരെ കൊന്നത്. പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ കയറി വരുന്ന പല പോരാട്ടങ്ങളിലും പുറകിൽ പിശാചല്ല, പിന്നെയോ അവരുടെ നാവിൽ അവർ ദൈവസന്നിധിയിൽ കാണിക്കുന്ന പിറുപിറുപ്പും ദൈവസന്നിധിയിലെ അനുസരണം കെട്ട വർത്തമാനങ്ങളുമാണ് പലപ്പോഴും അവരെ തന്നെ നശിപ്പിക്കുന്നത്. ആ വാക്കാണ് സർപ്പങ്ങളെ വിളിച്ചു വരുത്തിയത്. അവരുടെ വായിലെ നാക്കാണ് സംഹാരത്തെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. പിറുപിറുക്കരുതേ, അതൊരിക്കലും നല്ലതല്ല. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി ചെയ്യേണ്ടത് ദൈവം തുറക്കാൻ പോകുന്ന നല്ല വാതിലുകൾക്കായി തയ്യാറാകുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 30-31 വചനങ്ങൾ വായിക്കുമ്പോൾ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. താങ്ക് യു ജീസസ്. സാഹചര്യങ്ങൾ എന്തായാലും ദൈവവചനപ്രകാരം പ്രവർത്തിക്കുക. ഏത് സിറ്റുവേഷൻ ആയാലും ദൈവവചനപ്രകാരം നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നതിനേക്കാൾ ദൈവവചനം നമുക്ക് സത്യമായി വിശ്വസിക്കാൻ പാകത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് രാവിലെ കർത്താവിനോട് പറയാം: യേശുവേ, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നതിനേക്കാൾ, എൻ്റെ സാഹചര്യങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ, എൻ്റെ അരികിൽ നിൽക്കുന്നവർ എന്നോട് പറയുന്ന വാക്കുകളേക്കാൾ അങ്ങയുടെ വചനം എന്തു പറയുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ നിൻ്റെ സത്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈകുന്നു എന്നതിനെ ഞാൻ പേടിക്കുന്നില്ല, കാരണം നീ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതെ അതെ എന്നും ആമേൻ ആമേൻ എന്നുമാണ്. കർത്താവെ, എൻ്റെ കാത്തിരിപ്പ് നിരാശയുടെ കാലമല്ല, അതൊരു ഒരുക്കപ്പെടലിൻ്റെ കാലമാണ്. എൻ്റെ സാക്ഷ്യം വരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മറുപടിയുടെ രൂപകൽപ്പന ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫാക്ടറിയിലെ ഒരു ഒരുക്ക സന്ദേശമാണ് ഇന്ന് രാവിലെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് പേരുടെ പരാതികൾ പരിശുദ്ധാത്മാവ് പരിഹരിക്കുന്ന അനുസ്യൂതമായൊരു അനുഗ്രഹത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ ദൈവാലോചന കേൾക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഇന്ന് രാവിലെ സമർപ്പിച്ച് അനുഗ്രഹീതമായൊരു രൂപാന്തരത്തിന് വേണ്ടി സ്വയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തി പദത്തിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക, സമയം തെറ്റുകയില്ല. വരും നിശ്ചയമെന്നുറപ്പുള്ള ദൈവവാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ദർശനങ്ങൾ അതിൻ്റെ മന്ദഗതി അനുഭവങ്ങളിൽ പലപ്പോഴും വരുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഐക്യപ്പെട്ടത് തടയപ്പെടാതെ എത്തുന്ന ആ ദൈവപ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയോടെ തിരുസന്നിധിയെ അർപ്പിച്ചതും വിശ്വാസത്തോടെ തിരുമുൻപാകെ വെച്ചതും ഉത്തരങ്ങളായി പരിണമിക്കുന്ന അനുഗ്രഹ നാഴികയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കിയിരിക്കുകയാൽ ഞങ്ങൾ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകത്തിന് നാനാകോണുകളിൽ ഈ തിരുവെഴുത്ത് കേട്ട് ആത്മാവിൽ ബലമേറ്റെടുത്തിരിക്കുന്ന അങ്ങയുടെ എല്ലാ പൊന്നോമന മക്കൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ കേട്ട വാക്കുകൾ കേവലം മാനുഷിക ശബ്ദമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിലുള്ള ഇടപെടലും ദൈവത്തിൻ്റെ മഹാശക്തിയുടെ ഉറവയിൽ നിന്നുള്ളതായ ഒഴുക്കുകളുമായി ഞങ്ങളത് പാനം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ദിവസത്തിൽ എവിടെയൊക്കെയോ മങ്ങിപ്പോയ പ്രാർത്ഥനാ മുറികളിലെ വീരന്മാർ എഴുന്നേൽക്കട്ടെ. എവിടെയൊക്കെയോ മന്ദഗതിയിലായി പോയ ജീവിതത്തിൻ്റെ ആത്മീക തീഷ്ണതകൾ തിരികെ വരട്ടെ. ഒരു പുതിയ ജ്വലനാത്മകതയിലേക്ക് ജീവിതത്തിൻ്റെ മുൻപിൽ നീ ഇന്ന് നേരിടുന്ന പരിശുദ്ധാത്മാവ്
വ്യക്തമായി തന്നെ സംസാരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെ രൂപപ്പെടുത്തുന്ന ദൗത്യത്തിൻ്റെ അകത്ത് നിൻ്റെ കൺമുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മലകൾക്ക് നേരെ നീ ഇന്ന് പകൽ ഒരു പോരാട്ട വീര്യത്തോടുകൂടെ, ഒരു ആജ്ഞാശക്തിയോടുകൂടെ ഒരു യോദ്ധാവായി അതരം തുറക്കാൻ തയ്യാറാകുക. മുൻപിലെ തടസ്സങ്ങൾ ഒന്നൊന്നായി വെട്ടിമാറ്റിക്കൊണ്ട് എവിടേക്കോ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ തേടിച്ചെന്ന് വിടുവിക്കുന്ന ഇടയനെ പോലെ നിന്റെ ജീവിത വഴിത്തിരിവുകൾക്കിടയിലെ തടസ്സങ്ങളെ നോക്കി പഴിചാരാതെ അതിനെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ നിയോഗം നിന്റെ മേലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ തീർപ്പ് കൽപ്പിക്കുവാൻ ഉണർന്നുകൊള്ളുക എന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ വ്യക്തമായി നിങ്ങളോട് ആലോചന പറയുന്നു. ഹോ ജീസസ്, ദൈവാത്മാവേ, ഈ ശബ്ദത്തെ ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൺമുമ്പിലെ തടസ്സങ്ങളല്ല, ഞങ്ങളുടെ വാക്കിനാൽ മാറേണ്ടതായ, ഞങ്ങൾ വാക്കുകളാൽ നീക്കേണ്ടതായ വാതിലുകളാണ്, കതകുകളാണ്. അത് ഞങ്ങൾ പറയുമ്പോൾ മാറും, അടുത്ത ഓപ്പണിംഗ് ഉണ്ടാകും. ആമേൻ. ആകസ്മികമായ പെട്ടെന്നൊരു നേരത്ത് ഞങ്ങൾ മറുപടികളെ തൊടും. ആമേൻ. ഹോ ജീസസ്, സന്തോഷങ്ങൾ നിറയട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, യേശു മിശിഹായുടെ മഹാനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വലിയവനായ കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രവചന ദൂത് ഒരു 2 ലക്ഷം പേരെങ്കിലും കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൂത് അങ്ങനെ 2 ലക്ഷം പേര് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ഷെയറിംഗ് ബട്ടണിൽ നിങ്ങൾ അമർത്തി നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, ചെയ്തിരിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് ദൈവവചനമാണല്ലോ. പിശാച് ഇത് തടയാൻ ശ്രമിക്കും, നമ്മളിത് നിവർത്തിക്കും. വാതിലുകൾ തുറക്കുന്ന യേശുവിൻ്റെ പ്രവൃത്തി ഇന്ന് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ കോട്ടയത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധനകളിൽ വന്ന് പങ്കുചേർന്നാൽ മതി. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ 3 ദിവസങ്ങളിലും, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ നമ്മുടെ ശുശ്രൂഷ നടക്കുന്നു. നിങ്ങൾ വരൂ. യേശു കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തു എന്ന മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.